ഭാര്യയ്ക്ക് ബിസിനസ് പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ഭർത്താവിന് തോന്നിയ സംശയങ്ങളാണ് കൊല്ലം നഗരത്തെ ഞെട്ടിച്ച ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത്. കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഭാര്യയെ ഭർത്താവ് വാൻ കുറുകെയിട്ട് തടഞ്ഞ ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കടപ്പാക്കട നായേഴ്സ് ജംഗ്ഷന് സമീപം ബേക്കറി നടത്തുന്ന കൊട്ടിയം തഴുത്തല തുണ്ടിൽ മേലേതിൽ വീട്ടിൽ അനിലയെ ഭർത്താവ് പത്മരാജനാണ് കൊലപ്പെടുത്തിയത്. പക്ഷേ പത്മരാജനെക്കുറിച്ച് നാട്ടുകാർക്കെല്ലാം പറയാനുള്ളത് നല്ലത് മാത്രമാണ്. കൊട്ടിയത്തെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകൻ. ആ അംഗീകാരവുമായി കഴിഞ്ഞ പത്മരാജന് ജീവിതത്തിലുണ്ടായ പലതും നാണം കെടുത്തുന്ന അനുഭവങ്ങളായിരുന്നു. അതാണ് കൊലയാളിയാക്കി പത്മരാജനെ മാറ്റിയത്. ദീർഘകാലമായി കൊട്ടിയം ടൗൺ SNDP ശാഖായോഗം സെക്രട്ടറിയായ പത്മരാജന്റെ ആദ്യ ഭാര്യ ഉഷ 2003-ൽ മരിച്ചു. തൊട്ടടുത്ത വർഷം അനിലയെ വിവാഹം ചെയ്തു. കാറ്ററിംഗ് ജോലിയായിരുന്നു പത്മരാജന്. നാട്ടുകാർക്ക് പപ്പനായിരുന്നു. കിട്ടുന്നതെല്ലാം ഭാര്യയ്ക്ക് കൊടുക്കുന്ന വ്യക്തിയായിരുന്നു പത്മരാജൻ. പത്മരാജനെക്കുറിച്ച് അനിലയുടെ അമ്മയ്ക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. മകളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് അനിലയുടെ അമ്മ പറയുന്നു. മകളെ പൊന്നുപോലെയാണ് പത്മരാജൻ നോക്കിയതെന്നും പറയുന്നു. കൊല്ലത്തെ ബേക്കറി നടത്തിയതിനെ പത്മരാജൻ എതിർത്തിരുന്നു. അവിടെ വാടകയ്ക്ക് വീട് എടുത്തുകൊടുത്തതും മരുമകനാണ്. അഡ്വാൻസ് വാടകയും നൽകി. പത്മരാജനെ അതിക്രൂരമായാണ് മർദ്ദിച്ചതെന്നും അമ്മ വെളിപ്പെടുത്തുന്നു. ബേക്കറിയിൽ ആൺസുഹൃത്തിനെ നിരന്തരമായി കണ്ടതാണ് പത്മരാജനെ പ്രകോപിച്ചതെന്നും അമ്മ പറയുന്നു. അങ്ങനെ അനിലയുടെ അമ്മയ്ക്കും നല്ലത് മാത്രമേ പത്മരാജനെക്കുറിച്ച് പറയാനുള്ളൂ. കടപ്പാക്കട നായേഴ്സ് ജംഗ്ഷനു സമീപം നിള എന്ന പേരിൽ നവംബർ 6-നാണ് ബേക്കറി തുടങ്ങിയത്. അനിലയെയും ഹനീഷ് ലാലിനെയും കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കൃത്യമായ ആസൂത്രണമാണ് പത്മരാജൻ നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ബേക്കറി തുടങ്ങുന്നതിന് ഹനീഷ് ലാൽ മുടക്കിയ പണം തിരികെ നൽകി പങ്കാളിത്തം അവസാനിപ്പിക്കുന്നതിന് പഞ്ചായത്ത് അംഗത്തിന്റെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പ് ചർച്ചയിലൂടെ തീരുമാനത്തിലെത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. ബേക്കറി പൂട്ടി അനിലയ്ക്കൊപ്പം ഹനീഷ് ലാലും കാറിൽ കയറും എന്നാണ് പത്മരാജൻ കരുതിയത്. പക്ഷേ കാറിൽ കയറിയത് സോണിയായിരുന്നു. പിന്നാലെ സ്കൂട്ടറിലാണ് ഹനീഷ് ലാൽ വന്നത്. ചെമ്മാൻ മുക്കെത്തിയപ്പോൾ ഇയാൾ വീട്ടിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു. തൊട്ടുപിന്നാലെ അനിലയുടെ കാറിന്റെ മുൻവാതിലിനോട് ചേർന്ന് പത്മരാജൻ വാൻ ഇടിപ്പിച്ച് നിർത്തിയ ശേഷം വാനിൽ ഇരുന്നുകൊണ്ട് തന്നെ പെട്രോൾ കാറിലേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ആൺസുഹൃത്തുമായി ചേർന്ന് ബേക്കറി തുടങ്ങിയതോടെ തന്നെ ഒഴിവാക്കാൻ നോക്കുകയാണെന്ന് കരുതിയാണ് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയതെന്നാണ് കുറ്റസമ്മതമൊഴി. നവംബർ 6-നാണ് നിള എന്ന പേരിൽ അനില ബേക്കറി തുടങ്ങിയത്. ഇതിന് പത്മരാജന് 35,000 രൂപയോളം മുടക്കിയതായി പറയുന്നു. പട്ടത്താനം സ്വദേശി ഹനീഷ് ലാലും പണം മുടക്കിയിരുന്നു. ഹനീഷ് 1,49,000 രൂപ മുടക്കിയതായിട്ടാണ് പോലീസ് പറയുന്നത്. ബേക്കറിയുടെ മുതൽ മുടക്ക് 90% അനിലയുടേതായിരുന്നു. അനിലയുടെ കാറിൽ ഹനീഷ് ലാലിനെ ചില ദിവസങ്ങളിൽ പത്മരാജൻ കണ്ടിരുന്നു. ബേക്കറിയിലെ സാമ്പത്തിക പങ്കാളി എന്ന നിലയിൽ ഹനീഷ് ലാലുമായി അനില പുലർത്തിയ ബന്ധത്തെ ചൊല്ലി പത്മരാജൻ പലപ്പോഴും വഴക്കിട്ടിരുന്നു. ഹനീഷ് ലാലിന്റെ പണം തിരികെ കൊടുത്ത് ബേക്കറിയിലെ അവകാശം ഒഴിവാക്കണമെന്നായിരുന്നു പത്മരാജന്റെ ആവശ്യം. ഹനീഷ് ലാൽ ബേക്കറിയിൽ പതിവായി വരുന്നതും ഇയാൾ ചോദ്യം ചെയ്തിരുന്നു. വഴങ്ങാതിരുന്ന അനിലയുമായി പത്മരാജൻ മാനസികമായി അകന്നു. ഹനീഷും പത്മരാജനും തമ്മിൽ അടിപിടിയും നടന്നു. ദിവസങ്ങളോളം വീട്ടിലേക്ക് പോകാതിരുന്ന അനില വാടക വീടെടുത്ത് മാറാനാണ് തീരുമാനിച്ചത്. തുടർന്ന് കൊട്ടിയത്ത് മധ്യസ്ഥ ചർച്ച നടന്നു. അത് വിജയിച്ചെങ്കിലും പിന്നീട് പകമൂത്ത് പത്മരാജൻ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു.